കാര്യസാധ്യത്തിനായിട്ട് വശ്യപൂജകൾ എങ്ങനെയാണ് ചെയ്യാൻ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഭഗവാനെ വശ്യം ചെയ്യാനായിട്ട് സാധിച്ചാലാണ്, ഭഗവാന് നമ്മളോട് ഇഷ്ടമുണ്ടായാലാണ് ഭഗവാൻ നമ്മുടെ ആഗ്രഹം നടത്തി തരുള്ളൂ. അപ്പോൾ ഏതൊരു ഉപാസകനായാലും ഏതൊരു അമ്പലമായാലും അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് ഭഗവാനെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. വല്ലപ്പോഴും ഒരിക്കലും നടക്കുന്നത് അത് പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന, എന്ന് നടക്കുന്ന കർമ്മങ്ങൾ എന്താന്നുള്ള കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ നിവേദ്യ പൂജകളുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഭക്ഷണം ഭഗവാന് കൊടുക്കുന്നു, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭഗവാന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഭഗവാനെ വശ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ നമുക്കും ഭഗവാന്റെ ഇഷ്ടം നേടിയെടുക്കാം. റെഗുലറായിട്ട് വിഷ്ണുവായ സ്വാമിക്ക് എല്ലാ ദിവസവും എന്താണോ മഹാനിവേദ്യമായിട്ട് നൽകുന്നത് ആ നിവേദ്യം ഭഗവാന് നിങ്ങൾ സമർപ്പിച്ചു നോക്കിക്കോളൂ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ കാര്യം സാധ്യം നടക്കുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യവും ഭഗവാൻ നടത്തി തരും. ഭഗവാൻ ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്തു, ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും. അത്രേ ഉള്ളൂ അതിന്റെ ലോജിക്ക്.